സമയം ഇപ്പോൾ രാവിലെ 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൽപ്പം കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇന്നത്തെ യാത്ര ദൂത് പത്രിയിലേക്കാണ്. ഏകദേശം 55 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. 1-1.5 മണിക്കൂറിനുള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത്. കാശ്മീരിലെ ഞങ്ങളുടെ 5-ാമത്തെ ദിവസമാണിന്ന്. ലാസ്റ്റ് ദിവസം കൂടിയാണിന്ന് കാശ്മീരിലെ. നാളെ നേരെ എയർപോർട്ട് വഴി നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. ഞങ്ങളുടെ പ്ലെയിൻ ടിക്കറ്റ് ചാർജ് വന്നത് 14,000 രൂപയാണ് ചാർജ് ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് ശ്രീനഗർ ടു ഡൽഹി, ഡൽഹി ടു മംഗലാപുരം. നാളെ രാവിലെ പുറപ്പെട്ട് രാത്രി മംഗലാപുരത്തെത്തുന്ന രീതിയിലാണ്. ടൗണൊക്കെ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ചെറിയൊരു അരുവിയുണ്ട്. അവിടുന്ന് ഡ്രൈവർ വണ്ടി നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും അതുപോലെ ചായ കുടിക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണിത്. നല്ലൊരു ഭംഗിയുള്ളൊരു അരുവിയുടെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ശ്രീനഗറിൻ്റെ ഭംഗിയുള്ള കാഴ്ചയിലൂടെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. പ്രകൃതി ഭംഗി കൊണ്ടും അതുപോലെ ചെറിയ വീടുകളും അതുപോലെ അത്യാവശ്യം വലിയ കാശ്മീരി വീടുകളും ഭംഗിയുള്ള രീതിയിൽ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ യാത്ര ഒരു ടൂർ കോർഡിനേറ്റർ വഴിയാണ് നടത്തുന്നത്. ഉദയ്ഫ് ട്രാവൽ കമ്പനി എന്നുള്ള ഒരു ഏജൻസിയാണ് ഞങ്ങളുടെ ടൂർ പാക്കേജ് ചെയ്യുന്നത്. 5 ദിവസത്തെ പാക്കേജിന് 5,000 രൂപയാണ് ചാർജ് വരുന്നത്. ഞങ്ങളൊരു ബജറ്റ് പാക്കായിരുന്നു എടുത്തത്. അത് ഫാമിലി കപ്പിൾസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രീമിയം പാക്കേജും ഇതിൽ അവൈലബിൾ ആണ്. നല്ലൊരു സർവീസ് തന്നെയായിരുന്നു വരുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് ഒരുപാട് ചോളത്തിൻ്റെ റൊട്ടിയും അതുപോലെ അതിൻ്റെ ചട്നിയും കോക്കനട്ട് ബിസ്ക്കറ്റ് അങ്ങനെ കാശ്മീരി ചെറിയ വിഭവങ്ങളൊക്കെ വെക്കുന്ന ഒരു കടകൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാം. നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണത്. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കാശ്മീരിൻ്റെ ഭംഗിയുള്ള പ്രദേശമായ ദൂത് പത്രിയുടെ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണിത്. ഇവിടെ വിശാലമായ പുൽമേടുകളുടെ ഒരു പച്ചപ്പിൻ്റെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ദൂരെയായി പൈൻമരങ്ങളും മലനിരകളുമായുള്ളൊരു കാഴ്ചകളും നല്ലൊരു ഭംഗിയുള്ള ഏരിയ തന്നെയാണിത്. ഇവിടുത്തെ ഒരു പ്രധാന വിനോദത്തിൽപ്പെട്ടതാണ് ഇത് പാരാഗ്ലൈഡിങ്. ഏകദേശം 2,000 രൂപ മുതലാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഈ ദൂത് പത്രി എന്നുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഒരു റിവറിൻ്റെ ഒരു ഭാഗമാണിത്. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ വെള്ളം കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നടന്നു പോകാനാണെങ്കിൽ അല്പം നടക്കാനുണ്ട്. ഹോഴ്സ് റൈഡിംഗ് ആണ് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്. അതിനാണെങ്കിൽ അത്യാവശ്യം ചാർജും പറയുന്നുണ്ട്. 1,500-2,000 രൂപയ്ക്കാണ് ചാർജ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഇവിടുത്തെ പുൽമേടുകളുടെ ഭംഗി ആസ്വദിച്ച് ഇവിടെ തന്നെ കുറേ നേരം ചിലവഴിച്ചു. ഇവിടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണിത്. അങ്ങനെ അവിടെ ഞങ്ങൾ 2-3 മണിക്കൂറിന് മുകളിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇവിടെയാണ് കുതിരക്കാരും അതുപോലെ ഇവിടുത്തെ ആട്ടിടമാരൊക്കെ താമസിക്കുന്ന ഒരു കുടിലാണിത്. കാശ്മീരിൻ്റെ ഏത് ഭാഗത്തായാലും പെഹൽഗാം, സോനാഗാം മാർഗ്, ഗുൽമാർഗ് എവിടെയായാലും അവിടുത്തെ കാഴ്ചകൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല. 1-2 ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് ഭംഗിയായി നല്ല രീതിയിൽ സമയമെടുത്ത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാത്രമല്ല എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും 1-2 സ്ഥലം തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നല്ല ശ്രീനഗർ ടൗണിൻ്റെ പരിസരത്ത് വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ടൗണിലിപ്പോൾ നല്ല തിരക്ക് തന്നെയാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ച് കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇരുട്ടാകുമ്പോഴേക്കും 8 മണിയൊക്കെ ആകും. അതുകൊണ്ട് അല്പം സമയം കൂടിയുണ്ട്. ഞങ്ങളുടെ മമത ചൗക്കിൽ നിന്ന് അടുത്തായിരുന്നു താമസിക്കുന്നത്. അതിനടുത്ത് തന്നെയുള്ള ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇവിടെ നിന്നും ബോട്ട് സർവീസും ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഏരിയ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് മടങ്ങിയാണ്. സമയം ഇപ്പോൾ രാവിലെ 7:30 മണി ആയിട്ടുണ്ട്. ഞങ്ങളുടെ 6-ാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം കൂടിയാണ് കാശ്മീരിലെ. നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു യാത്രയുടെ അവസാന നിമിഷത്തിലാണ് ഞങ്ങളുള്ളത്. വീണ്ടും ഇവിടെ തിരിച്ച് വരണമെന്ന ഒരാഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത്. തീർച്ചയായും നല്ല ആൾക്കാരും നല്ല പ്രദേശവും നല്ല കാലാവസ്ഥയുമൊക്കെ ആയി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്കിവിടെ ഉണ്ടായത്.
അങ്ങനെ എയർപോർട്ടിലെത്തി. ഇവിടെ പുറത്ത് ഗേറ്റ് കടന്നപ്പോൾ തന്നെ ഒരു സ്കാനിങ് ചെക്കിംഗ് ഒക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ചെക്കിങ്ങും കാഴ്ചകളൊക്കെ ഇനി എയർപോർട്ടിനകത്തേക്ക് പോയിട്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത് 10:30 സ്റ്റാർട്ട് ചെയ്ത് 12 മണിക്ക് ഡൽഹി എത്തും. അവിടെ നിന്നും അടുത്ത പ്ലെയിന് വരുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 8:30 മംഗലാപുരം എത്തുന്ന രീതിയിലാണുള്ളത്. ഞങ്ങൾ ശ്രീനഗറിലെത്തിയത് ട്രെയിനിലായിരുന്നു. നാട്ടിൽ നിന്നും ഡൽഹിയിൽ നിന്ന് നേരെ ജമ്മുവിൽ നിന്ന് പിന്നെ ഒരു ടാക്സി പിടിച്ചായിരുന്നു ശ്രീനഗറിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായും സമയമൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനും പ്ലെയിനുമായിട്ട് ഇവിടത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഒരു സൈഡിലേക്ക് ട്രെയിനും അതുപോലെ തിരിച്ചു പോകുമ്പോൾ പ്ലെയിനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ബജറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്ലെയിൻ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ട്രെയിൻ തന്നെ നോക്കാം. അത് ഓരോരുത്തരുടെ ബജറ്റ് വെച്ചിരിക്കും. എന്നാലും രണ്ടും ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. കാശ്മീരിലെ മഞ്ഞുമലകൾ നമുക്ക് വീണ്ടും ഒരു കാഴ്ചയായി പ്ലെയിനിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ കാണണമെങ്കിൽ ഈ പ്ലെയിൻ യാത്ര തന്നെയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. തീർച്ചയായും നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഈ കാശ്മീർ യാത്ര. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ നാട്ടിൽ നിന്നും പുറപ്പെട്ടത്. 2 ദിവസം കൊണ്ടാണ് ഇവിടെ ശ്രീനഗറിലെത്തിയത്. അങ്ങനെ അവിടെ നിന്നും 5 ദിവസത്തെ പാക്കേജ് ആയിരുന്നു വരുന്നത്. ഗുൽമാർഗ്, പെഹൽഗാം, സോൻമാർഗ്, ദൂത് പത്രി, അതുപോലെ കാശ്മീർ ടൗൺ ട്രിപ്പ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാ സ്ഥലവും കാണേണ്ടത് തന്നെയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും പോകാനും അതുപോലെ ചിലർക്ക് യാത്ര ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രീനഗറിലെ ഒരു റൗണ്ട് ട്രിപ്പും പിന്നെ ബാക്കി ഗുൽമാർഗും അതുപോലെ പെഹൽഗാമും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഗുൽമാർഗിലെ ഒരു ഗൊണ്ടോളയുണ്ട്, ഈ നമ്മളെ കേബിൾ കാർ വരുന്നത്. അത് തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അത് വരുന്നതിന് 1 മാസം മുമ്പേ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചില ടൂർ ഓപ്പറേറ്റർ അത് ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ഇവിടുത്തെ മസ്റ്റ് ചെയ്യേണ്ട പല ഐറ്റംസുകളുമുണ്ട്. അതുപോലെ ഒരു ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. അതൊക്കെ തീർച്ചയായും ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാശ്മീരിലെ മറ്റു പ്രധാന സ്ഥലങ്ങളെപ്പോലെ ശ്രീനഗർ സിറ്റി ടൂറും ഒരു പ്രധാന ഘടകം കൂടിയാണ്. അതിൽ ഡാൽറ്റേക്കും അതിൻ്റെ ഭാഗങ്ങളിലായി വരുന്ന ഗാർഡനും അതുപോലെ ശങ്കരാചാര്യ ടെമ്പിളും ഒക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. അതുപോലെ കാശ്മീരിലെ മറ്റു പ്രധാനമാണ് അവിടുത്തെ ഫുഡുകൾ. റോഗൻ ജോഷ്, അതുപോലെ റിസ്ത, ബട്ടർ റൊട്ടി, അതുപോലെ ഒരുപാട് റൊട്ടികളും അതുപോലെ മട്ടൻ്റെ ഒരുപാട് വിഭവങ്ങൾ കൊണ്ടൊക്കെ പ്രശസ്തമായ ഒരു സ്ഥലം തന്നെയാണിത്. തീർച്ചയായും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏരിയകളുമുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ പ്രശസ്തമായ ഒരു ഏരിയ തന്നെയാണിത്. ഒരുപാട് വാൾനട്ട്, ആൽമണ്ട്, ആപ്രിക്കോട്ട്, ഫിഗ്സ് അങ്ങനെയൊക്കെ നല്ല ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയ കൂടി തന്നെയാണിത്. സാഫ്രോണ്, ശിലാജിത്ത്, പഷ്മിന ഷാൾ തുടങ്ങിയവയും ഇവിടെ കിട്ടുന്നതാണ്. തീർച്ചയായും വാങ്ങുമ്പോഴൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒരുപാടും ഇവിടെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും വാങ്ങുമ്പോൾ രജിസ്റ്റേർഡ് കടകളിൽ നിന്ന് തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഡൽഹിയിൽ നിന്നും അടുത്ത പ്ലെയിൻ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നേരെ മംഗലാപുരത്തേക്കാണ്. കാശ്മീർ ഞങ്ങളിപ്പോൾ വന്നത് മെയ് മാസത്തിലാണ്. ഇപ്പോൾ അല്പം പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് കൂടുതലായി കാണാൻ പറ്റുക. ആപ്പിളിൻ്റെ ഒക്കെ സീസൺ വരുന്നത് ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ആപ്പിൾ നമുക്ക് കൂടുതലായി കാണാൻ പറ്റുക. കുറച്ചുകൂടി കഴിഞ്ഞാൽ വിൻ്റർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല മഞ്ഞുമൂടിയ കാശ്മീരിനെ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും കാശ്മീർ എല്ലാ കാലത്തും കാണേണ്ട ഒരു സംഭവം നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അടുത്ത ഒരു വിൻ്ററിലും കാശ്മീരിലേക്കുള്ള യാത്ര തീർച്ചയായും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ കാശ്മീർ യാത്രയ്ക്ക് ഒരാൾക്ക് ഏകദേശം 35,000 രൂപയോളമാണ് ചിലവായത്. ഈ പാക്കേജിങ്ങും അതുപോലെ യാത്രയും ട്രാവലും ഫുഡും ഈ പ്ലെയിൻ ചാർജും ഒക്കെ എല്ലാം അതുപോലെ കാശ്മീരിലെ ആക്ടിവിറ്റീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാർജാണിത്. പർച്ചേസിങ് ഇത് ഉൾപ്പെട്ടിട്ടില്ല. ബാക്കി ഇവിടുത്തെ ആക്ടിവിറ്റീസുകളും എല്ലാം കൂടെയുള്ള ചാർജാണ് 35,000 രൂപയാണ് ഒരാൾക്കായിട്ടുള്ളത്. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ വരുന്നത് ഹുദൈഫ് ട്രാവൽ ഏജൻസിയാണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. തീർച്ചയായും നല്ലൊരു ട്രാവൽ ഏജൻസി തന്നെയാണ്. ബജറ്റ് പ്ലാനുമുണ്ട്, അതുപോലെ പ്രീമിയം പാക്കേജും എല്ലാം അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുന്നതാണ്. മാത്രമല്ല നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ വന്നാൽ ഇവിടെ കാശ്മീർ സ്വന്തമായിട്ട് തന്നെ വീണ്ടും യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പല ആക്ടിവിറ്റീസുകളും ചെയ്യുമ്പോൾ അല്പമൊക്കെ ശ്രദ്ധിച്ച് ബാർഗൈനൊക്കെ ചെയ്ത് നിന്നാൽ നമുക്ക് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും ഇവിടത്തേക്ക് വരണമെന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.